Hello everyone, Mufida, your mind and life transformational coach. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്കിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എൻ്റെ പേര് മുഫിദ, ഞാൻ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനർ ആണ്, പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് ആണ്. ലൈഫിന്റെ ഏതൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബാക്കി എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കൺസൾട്ടേഷനും അതുപോലെ തന്നെ കോച്ചിങ്ങിനൊക്കെ എംപവർ ചെയ്യണം, ലൈഫിന് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുത്തണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിനെ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫോളോ അപ്പ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും അപ്ഡേറ്റ്സുകളും വേണം എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പുകളുമായിട്ട് അവിടെ ഒരു കൂട്ടം ആളുകൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഇപ്പോ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, ഇതുവരെ ജീവിച്ച ലൈഫ് എങ്ങനെയോ ആയിക്കോട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, ഇതുവരെ ജീവിച്ച ജീവിതം എങ്ങനെയെന്ന് നിങ്ങളോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ജീവിതം മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മസ്റ്റ് ആയിട്ടും നമുക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ അപ്ഡേറ്റ്സും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, March 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ എന്നെ കണക്ട് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ആളുകളെ, കുട്ടികളുള്ളവരും കുട്ടികളില്ലാത്തവരും, ഫാമിലി ഉള്ളവരും ഫാമിലി ഇല്ലാത്തവരും, ഒരുപാട് ആളുകൾ നമ്മൾ കണക്ട് ചെയ്യാണ്ട് പല ഇഷ്യൂസ് പറഞ്ഞിട്ടും പല പല ഫേസസിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഉയർച്ച താഴ്ചകളോടുകൂടി ജീവിതത്തെ സ്വീകരിക്കാൻ പറ്റുന്നവർക്കാണ് ലൈഫ് ആസ്വദിക്കാൻ പറ്റുക. നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന രീതിയിലൊക്കെ ലൈഫിൽ വരണം, നമ്മൾ വിചാരിച്ച രീതിയിൽ ലൈഫ് ആവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ കുറച്ച് പാകപ്പെടുത്തലുകൾ അത്യാവശ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തു, എല്ലാം കിട്ടി, ഫിനാൻഷ്യലി സെറ്റാണ്, പാർട്ട്ണർ സെറ്റാണ്, ഫാമിലി സെറ്റാണ്, വെൽത്ത് എല്ലാം ഓക്കെയാണ്, നിങ്ങൾ കരിയറും എല്ലാം, പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എല്ലാം ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒന്നിലൊരു പുതുമ കണ്ടെത്താൻ പറ്റൂല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഈ ഒരുപാട് കോടീശ്വരന്മാരൊക്കെ, അതായത് ലൈഫിൽ എല്ലാം ഉണ്ട്, വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് എന്ത് എന്നുള്ളതിൽ അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അത് കാരണം ചില ആളുകൾ ലൈഫിന്റെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് എല്ലാം നേടിയെടുത്തവരാരും സക്സസ് ആയിട്ടുള്ളവരും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നില്ല. ഏത് അവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സീക്രട്ടുകളാണ് നമ്മൾ ലൈഫിൽ പഠിക്കേണ്ടത്. ഇപ്പം എൻ്റയർലി നമുക്കറിയാം, ഇമോഷണലി ബാലൻസ് ചെയ്യാൻ പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ. ചില ആളുകൾ പറയും പുരുഷന്മാർക്ക് കുറച്ച് ഇമോഷണലി അവർ വെൽബീയിങ് ആണ്, അല്ലെങ്കിൽ പുരുഷന്മാരെന്ന് പറയാൻ കുറച്ച് മനക്കരുത്തുള്ളവരാണെന്നൊക്കെ പറയും. ഒരിക്കലുമില്ല. രണ്ട് കൂട്ടരും നമ്മൾ ഒരേ ഗണത്തിൽ കാണേണ്ടവരാ. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർ രണ്ടും രണ്ട് രീതിയിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇന്ന വ്യക്തികൾക്ക് ഇന്ന രീതിയിൽ അങ്ങനൊന്നുമില്ല. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ സ്ട്രോങ് ആക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് തെളിയിക്കുന്ന ആളുകൾ, അവർ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഈ വിജയങ്ങൾ നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റണം. വിജയത്തിന് ഒരു രസം, ഉപ്പും രസവും പുളിയും എല്ലാം ചേർന്നതായിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പിന്നിലെ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു മനക്കരുത്തുള്ള ആളുകൾക്ക് മാത്രമാണ് വിജയത്തെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളെ ലൈഫിൽ പെട്ടെന്ന് തന്നെ നേടിയെടുക്കുക, അല്ലെങ്കിൽ വേഗം. ഇപ്പോ പണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് ആഗ്രഹിച്ച അത്ര ഒന്നും പുതുമ ഉണ്ടാവില്ല. അത് കയ്യിൽ കിട്ടിയാൽ അത്ര വലിയ പുതുമ, എന്ത് കാര്യം, ഇവഞ്ച്വലി ഒരു ഗാഡ്ജറ്റ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു എന്ത് കാര്യമാണെങ്കിലും, ഒരു വീടായിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോസ്റ്റ്യൂം ആയിക്കോട്ടെ, എന്തും നമ്മൾ ഒരു തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വസ്തു കണ്ടു. അപ്പൊ നമുക്കത് അതൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്കൊക്കെ അതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ്, എനിക്കത് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങളും
പിന്നെ നമ്മൾ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെയും നമ്മളുടെ ആവശ്യങ്ങൾ കൂടുക എന്നല്ലാതെ ഒരിക്കലും നമ്മൾ ആവശ്യങ്ങൾക്ക് അറ്റമുണ്ടാവില്ല. മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് ഒരിക്കലും അറ്റമുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇമോഷണലി അതേപോലെ തന്നെ ഇമോഷണലി നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ലൈഫിൽ സ്ട്രോങ് ആവുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനസിക തലത്തിൽ അവർ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ പറയും മൈൻഡ് പവർ ഉപയോഗിക്കപ്പെടും, മനഃശക്തി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലൈഫിൽ എന്ത് ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും അവർ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആളുകളോടാണ് എനിക്ക് ഒരു മെസ്സേജ് തരാനുള്ളത്. കാരണം ഒറ്റപ്പെട്ടിട്ട് പോയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളെ പാർട്ട്ണറോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വേണ്ടപ്പെട്ട നമ്മളെ സർക്കിളിൽ ഏറ്റവും നമ്മൾ വേണം എന്ന് ഉദ്ദേശിച്ച് എന്റെ കൂടെ എപ്പോഴും വേണം എന്ന് ആഗ്രഹിച്ച ആളുകളൊന്നും ചിലപ്പോൾ ഇപ്പൊ നമ്മളെ ലൈഫിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് അനുഭവങ്ങൾ തരും, ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ലൈഫിൽ തന്നിട്ട് അവരുടെ നമ്മുടെ ലൈഫിൽ അവരുടെ ദൗത്യം തീർത്തിട്ട് അവരെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ നമ്മളെ ലൈഫിൽ എപ്പോഴും വേണം, നമ്മളെ കൂടെ തന്നെ വേണം എന്ന് ആഗ്രഹിച്ച ആളുകളും ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റേജിലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഒരു സർക്കിൾ ഉണ്ടാവും. നമ്മളിപ്പോ LP പഠിക്കുക, UP പഠിക്കുക, ഏത് കാറ്റഗറിയിൽ പഠിക്കുമ്പോൾ ഇപ്പൊ ഒരു ഏജ് ഗ്രൂപ്പിൽ എത്തിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരൊന്നും നമുക്ക് ഒന്നുമല്ല, ആരുമല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഇല്ലാത്തവരുണ്ട് എന്നുള്ളതല്ല ട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരുപാട് ഒരു 70% അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മള് ആ സമയത്ത് പിരിയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അവരില്ലാതെ പറ്റില്ല, ലൈഫ് എങ്ങനെ ഇനി മുന്നോട്ട് പോവാന്നൊക്കെ ആഗ്രഹം. പക്ഷേ നമ്മൾ അതും കടന്നുപോയി, ഈ സമയം കടന്നു പോകും എന്നുള്ളതാണ്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ലൈഫിൽ ഒരു പ്രയാസ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്ത് ചലഞ്ചസും സ്വീകരിക്കാൻ നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ളതാണ്. കാരണം ഈ പ്രയാസം നമ്മളെ ലൈഫിൽ വരുമ്പോൾ അതിനെ രണ്ട് കൈ സ്വീകരിക്കാൻ പറ്റുന്ന ആളുകൾക്കാണ് നമ്മൾ അതിനുശേഷമുള്ള എളുപ്പത്തെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അതല്ല നമ്മുടെ ലൈഫിന്റെ എൻഡ്, അല്ലെങ്കിൽ അതാണ് ലൈഫ്, അല്ലെങ്കിൽ എന്റെ ലൈഫ് ആ അവസ്ഥയിലാണ്, ആ ഒരു പ്രയാസത്തെ ഡിഫൈൻ ചെയ്യുന്നതിനപ്പുറം നിങ്ങൾ ടോട്ടലി ആ ഒരു പ്രശ്നമായിട്ട് ലൈഫിനെ നിങ്ങൾ ഒരിക്കലും നോക്കി കാണരുത്. അതുപോലെ ഒറ്റപ്പെട്ട സ്ത്രീകളോട് വേണ്ടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. വുമൺസ് സത്യം പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ആളുകള്. എങ്ങനത്തെ വുമൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ലൈഫിൽ ഓരോ കടമ്പകൾ കഴിഞ്ഞു പോയിട്ടുള്ള സ്ത്രീകള്, അതായത് ലൈഫില് ഒരുപാട് പ്രയാസങ്ങൾ കടന്നു പോയിട്ടുള്ള വ്യക്തികള്, അതുപോലെ ഒരുപാട് ഉത്തരവാദിത്തം ഒരേ സമയത്ത് വന്നു ചേർന്നിട്ടുള്ള ആളുകള്, ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത സ്ത്രീകള്, ഇത്തരത്തിലുള്ള ഒരുപാട് പേര് നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. എവിടുന്നായിരിക്കും ഇവർക്ക് ഇത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത്രത്തോളം ചലഞ്ചസിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റുന്നു. ഒരിക്കലും നമ്മൾ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ നമ്മൾ അതിനു വേണ്ടി ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അതിനു വേണ്ടി വേറൊരു സെഷൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കൂല, അങ്ങനെ സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക. അതുപോലെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരു തവണ നമ്മൾ ചിന്തിക്കും, അയ്യോ ഒരിക്കലും എന്നെ കൊണ്ടൊന്നും അത് സാധിക്കൂല, അവളായതുകൊണ്ട് അല്ലെങ്കിൽ അവനായതുകൊണ്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്തു. നെവർ എവർ. നിങ്ങൾക്കും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അവിടെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്നുള്ളതാണ്. നമ്മളെ സാഹചര്യങ്ങൾ ചില സമയത്ത് നമ്മളെ ഷെയ്പ്പ് ചെയ്യാറുണ്ട്. നമ്മളിൽ വരുന്ന ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാറുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോ നമ്മള് അതായത് പുഴയിലെ വെള്ളം ഒഴുകുന്ന പോലെ അത് ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. കടലിലേക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ് എല്ലാ ജലത്തിന്റെയും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ കെട്ടിക്കിടന്ന് അതുപോലെ ചിലപ്പെങ്കിൽ വെള്ളം ഒലിച്ചു പോവാതെ അത് തങ്ങി നിന്ന് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെയാണ് അത് കടലിലേക്ക് എത്തുക. പക്ഷെ ഒരിക്കലും ആ പുഴയിലെ വെള്ളത്തിന് അതിന്റെ ഡെസ്റ്റിനേഷൻ തെന്നി മാറിയാതെ അവിടെ നിൽക്കുന്നില്ല. അപ്പൊ പാറ പൊട്ടിയിട്ടാണ് വെള്ളം വരുന്നത്. അപ്പൊ അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു എന്താ പാറ ഉറച്ചു നിൽക്കുന്ന ഒരു പാറയാണെന്നുണ്ടെങ്കിലും അത് ചില സമയത്ത് ആ പാറന്റെ മുകളിൽ ചെടികളും വിത്ത്, അതായത് നമ്മൾ ഒന്നും ഇടാതെ തന്നെ അത് ചെടികൾ വളരുന്നതും അതിന് വേണ്ടിയിട്ട് അവിടുന്ന് ആ ഉറവ പൊട്ടും, ആ പാറ പൊട്ടിയിട്ട് ഉറവ പൊട്ടിയിട്ട് ആ പാറന്റെ ഉള്ളിലുള്ള വെള്ളത്തിനും അതിന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന കടലാണ്. ഒരിക്കലും അതിന്റെ ഡെസ്റ്റിനേഷൻ അതിൽ നിന്ന് തെന്നി മാറുന്നില്ല.
അത് കടലിലേക്ക് എത്തുന്നത് വരെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും, വറ്റി വരണ്ട് അവസ്ഥയിലേക്കൊക്കെ എത്തും. വീണ്ടും മഴ വരും, കാലാവസ്ഥ മാറും, എന്താ അതുമായി ആ വെള്ളവുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ മാറും, സാഹചര്യങ്ങൾ മാറും. ലൈഫ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. നമ്മൾ ആ വെള്ളത്തിന്റെ ജേണി പറയുന്ന പോലെ തന്നെ ഉയർച്ച താഴ്ചകളും എല്ലാം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ഡെസ്റ്റിനേഷൻ തെറ്റരുത് എന്നുള്ളതാണ്. നമ്മളുടെ ഫോക്കസ് തന്നെ മാറരുത്. ഒരു പ്രയാസം വരും, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം നമ്മളെ ലൈഫിൽ വരുമ്പോൾ തന്നെ അയ്യോ ഇതായി പോയി, എനിക്കിനി കഴിയൂല, എന്റെ സാഹചര്യം ഇങ്ങനെ ആയി പോയി എന്ന് പറഞ്ഞ് അവിടെ കിറ്റ് ചെയ്യുന്നതിന് പകരം വീണ്ടും ഉണർന്നിരിക്കുക. അതായത് നമ്മളിപ്പോ ഉറങ്ങിക്കിടക്കരുത് എന്നുള്ളതാണ്. നമ്മള് ഏത് ഘട്ടത്തിലാണെങ്കിൽ അവസ്ഥ ഭയങ്കര മോശമാണ് എന്നുണ്ടെങ്കിലും നമ്മള് ഉണർന്ന് ഉയർന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇപ്പൊ ചില വ്യക്തികളെ കണ്ടില്ല, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ അതായത് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും. ഇതൊക്കെ നമ്മള് സെൽഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ലേണിങ്ങും അൺലേണിങ്ങിലൂടെയാണ് ലൈഫിന്റെ ലെസൺസ് തന്നെ നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറയും. അപ്പൊ എന്താ ഉയരത്തിലെത്തി, അതായത് സക്സസ് ആയിട്ടുള്ള ആളുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അവർക്കൊക്കെ ഒരു പാസ്റ്റിൽ ഒരു ലൈഫ് ഉണ്ടായിട്ടുണ്ടാവും. എന്തും സ്വീകരിക്കാൻ പാകത്തില്, എന്തവസ്ഥ വന്നാലും കൈനീട്ടി സ്വീകരിക്കാൻ പാകത്തില് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എനിക്ക് അവരെ കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി തോന്നാറുണ്ട്. നമ്മളിപ്പോ ഡിഫൈൻ ചെയ്യുന്നത് ആണുങ്ങൾ ഇങ്ങനൊരു കാറ്റഗറി, പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു കാറ്റഗറി എന്നൊക്കെയാണ്. അപ്പൊ ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾക്കുള്ള മെസ്സേജ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ലൈഫിൽ ഒരാളും സപ്പോർട്ട് ചെയ്യാൻ ഇല്ല എന്ന അവസ്ഥയിൽ, ഇനിയിപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഫാമിലി ഉണ്ട്, ബന്ധങ്ങൾ, എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മളെ കൂടെ ഉണ്ട്, എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഐഡിയാസും പ്ലാൻസും നമുക്ക് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ആലോചിച്ച് എപ്പോഴും നമ്മൾ സെൽഫ് ഗ്രോത്ത്, സെൽഫ് വാല്യൂ, സെൽഫ് ലവ് ഇതിന് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്തല്ല എവിടെ ചെയ്യുക. അപ്പൊ ആക്ഷൻ എടുക്കാൻ പഠിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പിന്നോട്ട് വലിക്കുന്ന പ്രശ്നം എന്താണ്, നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ എവിടെയാണ് കണക്ട് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ആയി എവിടെയാണ് നിങ്ങൾ പോകുന്നത്, എപ്പോഴും അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്ന് പുറത്ത് ചാടാതെ ഒരിക്കലും നിങ്ങൾക്ക് സ്ട്രോങ് ആയ ഡിസിഷൻ എടുക്കാനോ ഒരു ആക്ഷൻ എടുക്കാനോ നിങ്ങൾക്ക് കഴിയൂല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ നമ്മൾ മക്കൾ പഠിച്ചു വരുന്നത് സമൂഹത്തെ കണ്ടുകൊണ്ടും അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷം കണ്ടുകൊണ്ടാണ് ഒരു കുട്ടി വളരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ള നാഥന് അതായത് കുടുംബനാഥിനി എന്ന് പറഞ്ഞാൽ പാരന്റ്സിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ച് അവരാണ് ഇപ്പൊ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ അനുകരിക്കുന്നത് പാരന്റ്സിനെ കണ്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഒരാള് മാറിയാൽ നമ്മളെ വീട്ടിലുള്ള എല്ലാ അന്തരീക്ഷം നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. അതിപ്പോ ഒരു കുട്ടി ആയിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, ഒരാള് മാറിക്കഴിഞ്ഞാല് അത് പാരന്റ്സിൽ നിന്ന് കൊണ്ട് ആ ഒരു റൂട്ടഡ് ആയിട്ട് തന്നെ അറിവുകളും ആ ആത്മീയ ജ്ഞാനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ആ വീട് സ്വർഗ്ഗാമുക്കാക്കാൻ ഒരാള് മാറിക്കഴിഞ്ഞാൽ മതിയുള്ളതാ. നമ്മളെ ചുറ്റുപാടും മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. സാഹചര്യം ഇങ്ങനെയാണ്, സപ്പോർട്ട് ചെയ്യാൻ ആളുകളില്ല, അല്ലെങ്കിൽ എന്താ സാഹചര്യം വളരെ മോശമാണ്, ഫിനാൻഷ്യലി സെറ്റ് അല്ല, ഇങ്ങനെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഒരിക്കലും ഒരാളെ ഇവൻച്വലി നിങ്ങളെ പാർട്ട്ണറെ പോലും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ്. ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല, നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ തരത്തിൽ തന്നെ ഇതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക, അല്ലെങ്കിൽ സ്ട്രോങ്ലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഇന്നത്തെ കാലത്ത് സ്ട്രോങ്ലി, അതായത് എല്ലാ തരത്തിലും ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് അവരുടെ അവകാശമാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ കാരണം അപ്പൊ ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ആളുകൾ തന്നെ അതിനെ വിപരീതമായിട്ട് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ അതിന് വിപരീതം പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഒരു വീട് അല്ലെങ്കിൽ ഒരു കുടുംബം കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ രണ്ടുപേരും സ്ട്രോങ് പില്ലേഴ്സ് ആണ്, രണ്ട് പാർട്ട്നേഴ്സ്. ഇപ്പൊ ഉമ്മയും ഉപ്പയും അതുപോലെ പാരന്റ്സിനെ ഫാദർ മദർ ഫിഗർ,
ഭയങ്കര സ്ട്രോങ് ആവണം. രണ്ടുപേരും ഫിനാൻഷ്യലി അതുപോലെ തന്നെ ഇമോഷണലി വെൽബീയിങ് ആയിരിക്കണം. എല്ലാ തരത്തിലും രണ്ടുപേരും സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും എല്ലാ ഉത്തരവാദിത്വവും ഫാദർ ഫിഗറിന് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്വവും മദർ ഫിഗറിന് മാത്രമല്ല. ഇപ്പോ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട, അല്ലെങ്കിൽ നമ്മളെ ഗ്രാൻഡ് പാരന്റ്സ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, അത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്തായാലും മാറിയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ അതായത് മദർ എന്ന് പറഞ്ഞാൽ മദറിന് ഈ കാറ്റഗറിയാണ്, ഫാദർ എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിയാണ് ചെയ്യേണ്ടത്. പുറത്തു പോയി ജോലി ചെയ്യുന്നതൊക്കെ ഫാദർ ഫിഗറിനുള്ളതാണ്. മദർ ഫിഗറിന് വീട്ടു ജോലികളും വീട്ടിലുള്ള കാര്യങ്ങളും മക്കളും കാര്യം അതൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഈ ജീവിത സാഹചര്യങ്ങളിൽ ഈ കുടുംബ, അതായത് ഈ ഒരു അന്തരീക്ഷത്തില് രണ്ടുപേരും വർക്ക് ചെയ്താൽ പോലും ഒരു കുടുംബത്തെ നിലനിൽക്കാൻ പറ്റാത്ത ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം, സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് ഫാദർ ഫിഗർ മദർ ഫിഗർ നിൽക്കുമ്പോഴാണ് ആ മക്കൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാള് ഇപ്പോ എന്താ, ഫാദർ മാത്രം ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബാധ്യതയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അവിടെ പാർട്ട്ണർ, അതായത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ മക്കളുടെ എഡ്യൂക്കേഷനെ, അതുപോലെ എന്തിന് വൈഫിന്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്വം. ഒരിക്കലും ഞാൻ അതിന് എഗ്രി ചെയ്യുന്ന ഒരാളല്ല. കാരണം എല്ലാ ഉത്തരവാദിത്വം അവിടെ ഒരു ഹസ്ബൻഡ് എന്നൊരു വ്യക്തിയിൽ എല്ലാ ഉത്തരവാദിത്വം നിലനിൽക്കുന്നതിന് പകരം രണ്ടുപേരും ഒരു ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ഉമ്മ ഉപ്പ മക്കള് അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് ഇന്നത്തെ പറഞ്ഞ അണുകുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ ചിലവ് എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ആ ചിലവിന് അനുസൃതമായിട്ട് നമ്മുടെ ജീവിത ശൈലിയും കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ ജോലി ചെയ്യാൻ പറ്റില്ല. സ്ത്രീകളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടു ജോലി എന്നുള്ളത് എന്താ, ആഹ് ഭർത്താവിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോയി ജോലി ചെയ്യുക, അത് പൂർണ്ണ ഉത്തരവാദിത്തം. പക്ഷെ നിങ്ങൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കാം, ഒരാൾ മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഉത്തരവാദിത്തത്തെ ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ആ ഉത്തരവാദിത്തം മൊത്തം മക്കളുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അവരുടെ മറ്റെല്ലാ ചെലവുകളും നോക്കുന്നത് അവിടെ ഈ ഒരു ഫാദർ ഫിഗർ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നുള്ള ഒരു കാറ്റഗറിയിലുള്ള ആൾ. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുന്നതിന് പകരം ഫാദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ രണ്ടു പേരും ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ട് ഇമോഷണലി സ്ട്രോങ് ആയിട്ട് എല്ലാ തരത്തിലും മക്കളെ ഗ്രോ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പാരന്റിങ്, അതിൻ്റെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു റൂട്ടഡ് ആണ്, ഒരു റൂട്ടഡ്, അതായത് നമ്മൾ പറയല്ലോ, ഇപ്പൊ എന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്റെ പാരന്റ്സ്, എന്റെ ഫാദർ, എന്റെ മദർ ആണ്. അവർ എനിക്ക് തരുന്ന അനുഭവങ്ങളും സാഹചര്യങ്ങളും അവർ പഠിപ്പിച്ച തന്നിട്ടുള്ളതാണ്. ചെറുപ്പം മുതലേ ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻ്റെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, വെൽത്ത് കാര്യങ്ങളായിക്കോട്ടെ, ഹെൽത്തിന്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ്, ഇതൊക്കെ ചെറുപ്പം മുതൽ നമ്മൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു, അതായത് ചെറുപ്പം മുതലേ നമുക്ക് വളർന്നു വന്ന്, ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചു വരുമ്പോൾ ചില കുട്ടികൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, ചില കുട്ടികൾ എല്ലാത്തിനും ഉൾവലിഞ്ഞ്, ചില കുട്ടികൾ അങ്ങനെ ഓരോരുത്തർ ഓരോ കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. ചില ആളുകൾ ഭയങ്കര ഇൻട്രോവേർട്ട്, സംസാരിക്കാൻ പോലും കഴിയാതെ. അതൊന്നും മോശമാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഓരോരുത്തരും ഓരോ കാറ്റഗറിയിലുള്ളതാണ്. അതിനൊരു പ്രധാന പങ്കാണ് കുടുംബാന്തരീക്ഷം എന്ന് പറയുന്നത്. ഈ കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് മക്കളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതും അവരുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ എല്ലാം. ആദ്യം ചെറുപ്പം മുതൽ ഇപ്പൊ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുട്ടിയുടെ സ്വഭാവം ഉണരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഗർഭപാത്രത്തിൽ നിന്ന് അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഉമ്മ ഉപ്പൊക്കെ പാർട്ട്നേഴ്സ് എങ്ങനെയാണോ അവരുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോയിരുന്നത്, അവരുടെ ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണ്, അത്രത്തോളം അടിപൊളിയായിരിക്കും ആ കുട്ടിയുടെ ഗ്രോത്ത് എന്നുള്ളതാണ്. അപ്പം എപ്പോഴും വഴക്ക് കൂടുന്ന ഒരു ഫാമിലിയിൽ വളർന്നു വന്നുള്ള കുട്ടിക്ക് അവരുടെ ലൈഫ് അതേ രീതിയിൽ അവരുടെ റിലേഷൻഷിപ്പിലും അത് റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. ആ കുട്ടിയുടെ ബന്ധങ്ങളിലും അത് റിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ ആ കുട്ടി കാണുന്ന റിലേഷൻഷിപ്പ് മൊത്തം അതുമായി ബന്ധപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ ലൈഫിൽ ഒരു ചെറുപ്പ കാലഘട്ടം മുതലേ നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ളതാണ് ഇപ്പൊ നമ്മളുടെ റിയാലിറ്റിയിൽ നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ എന്നെ കണക്ട് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക്
മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ സ്ട്രോങ്ലി ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ എന്താ സപ്പോർട്ട്സ് ആഗ്രഹിക്കുന്നതിന് പകരം നമ്മൾ സ്ട്രോങ് ആവുക എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട് അവിടെ. അതായത് നമ്മളിലുള്ള ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയ അത് വെച്ച് കഴിഞ്ഞാൽ ആരുടെ തലയിൽ കയറി നിൽക്കാനോ അല്ലെങ്കിൽ എവിടെയും മനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എവിടെയും സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മളുടെ ട്രൂ പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മളെ പാഷനൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെയാണ് ഒരു സ്ത്രീ സന്തോഷവതി ആവുന്നത്. ചില ആളുകൾക്ക് അതൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കോമൺലി ആയിട്ട് എടുക്കരുത്. ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക്ലി ഇങ്ങനെ സംസാരിക്കുമ്പോൾ പല ഡിഫറൻസ് ഒപ്പീനിയൻസ് ഉള്ള ആളുകളുണ്ടാവും. അവരൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം എല്ലാവരുടെ ഒപ്പീനിയനും അവർ അനുഭവിച്ചിട്ടുള്ളതും അവർ കണ്ടതും കേട്ടതും ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും അംഗീകരിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഒക്കെ ഒപ്പീനിയൻ ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എല്ലാവരും ഈ തരത്തിൽ തിങ്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രയാസം, ആ ഒരു ഒറ്റപ്പെടല്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുകളില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്ത്രീ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം, ബാക്കിൽ ഒരാൾ വേണം, അല്ലെങ്കിൽ എന്താ എനിക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം വന്നു കഴിയുന്നൊക്കെ. പക്ഷേ നമ്മളെ സാഹചര്യങ്ങളാണ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അതിനെ എഗ്രി ചെയ്യുക, അതിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ, അത്രത്തോളം സ്ട്രോങ് ആയിട്ടായിരിക്കും നിങ്ങൾ നിലനിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ റിയലിറ്റി ഇപ്പൊ എങ്ങനെ പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ റിയലിറ്റി അങ്ങനെയാവാനേ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കഥകൾ ഉണ്ടാവും. ഇത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാം എത്രത്തോളം പ്രയാസഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടാണ് ഈ ഒരു പൊസിഷനിൽ ഞാൻ എത്തിയിട്ടുള്ളത്. ഒരാളും വെറുതെ ഇരുന്ന് ഒന്നും നേടിയിട്ടില്ല ഈ ലോകത്തില്. വെറുതെ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ സോഫയിൽ ഇരുന്നു കൊണ്ട് എല്ലാ കാര്യം നേടിയെടുക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, ഇതെല്ലാം ഉപയോഗിച്ച് വെറുതെ സോഫയിൽ ഇരുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അത് ലൈഫിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനോ കഴിയുകയില്ല എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഈ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിനെ പ്രവർത്തിക്കുന്ന ആക്ഷൻ, ഇൻസ്പയർ ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ തന്നെ എടുക്കണം എന്നുള്ളതാണ്. ചില ആളുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും, വാ അടിപൊളിയാണ്, എന്തൊരു ഇൻസ്പയറിംഗ് പേഴ്സൺ ആണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര സന്തോഷവും, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പൊ മറ്റൊരാൾ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഉള്ളിൽ വിഷമം ഉണ്ടാവും. ചില ആളുകൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലെയിം, അതായത് നമ്മൾ ഉള്ളിലുള്ള ഫയർ ആളി കത്തിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ ചില ചില ആളുകൾ അതിനെ സംബന്ധിച്ച് വീണ്ടും നമ്മളങ്ങനെ പഴിചാരിച്ച് കുറ്റം പറഞ്ഞ് എന്റെ ലൈഫ് ഇങ്ങനെ ആയപ്പോലോ അതിന് വേണ്ടി ചുറ്റുള്ള ആളുകളൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും ചുറ്റുള്ള സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടും അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിനെ സ്വീകരിക്കാതെ എല്ലാത്തിനെയും ഒഴിവാക്കി എന്റെ ലൈഫ് തീർന്നു എന്ന് പറയുന്ന വിധിയെ പഴിചാരിക്കുന്ന ഒരുപാട് സ്ത്രീകളും ഇന്നത്തെ കാലത്തുണ്ട് എന്നുള്ളതാണ്. അവരോട് എനിക്ക് സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ പറയുന്ന ഓരോ വേർഡ്സുകളും നിങ്ങളെ ലൈഫിൽ വീണ്ടും വീണ്ടും വൂൺസുകളായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം എക്സാക്ട്ലി നിങ്ങളെ ലൈഫിൽ വന്ന് പതിക്കുന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഒരു പൊസിഷൻ എത്തിയ ചില ആളുകൾ ഈ ട്രിഗറിങ് പോയിന്റ് കൊണ്ട് എന്ത് പറയും, എനിക്ക് വേണ്ട, എനിക്ക് ആരും വേണ്ട, എന്റെ ലൈഫ് തന്നെ വേണ്ട, എനിക്ക് നശിപ്പിച്ച ലൈഫ് എന്ന് പറഞ്ഞ് ഇത് അഗ്രി ചെയ്തുകൊണ്ട് ലൈഫിനെ പഴിചാരി ഒന്നും ചെയ്യൂല ഇനി എനിക്കൊന്നും വേണ്ട, ആരുടെ സപ്പോർട്ടും വേണ്ട, പാർട്ട്ണർ വേണ്ട, ഫാമിലി വേണ്ട, ഒന്നും ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാല് ഇവരൊരിക്കലും, ഇത്തരത്തിലുള്ള ആളുകൾ ഗ്രൗണ്ടഡ് ആവാതെ നമുക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ മാറ്റം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം എക്സാക്ട്ലി നിങ്ങളെ ലൈഫിൽ വരും. പക്ഷേ റിയലിറ്റിയിൽ ഇപ്പൊ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് നിങ്ങൾ പഴിചാരിക്കൊണ്ടിരിക്കുന്നത്, അതിലെയാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ എനർജി മുഴുവൻ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ അവസ്ഥയിൽ നിങ്ങൾക്ക് മാറാൻ കഴിയൂല എന്നുള്ളതാണ്.
അപ്പൊ സ്ത്രീകളായിട്ടുള്ള ആളുകളോട്, അത് ഇതിപ്പോ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളോടും കൂടിയാണ് പറയുന്നത്. സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഇന്നിപ്പോ ചെറിയ മക്കളാണ് വീഡിയോ കാണുന്നതെങ്കിൽ അവരും മനസ്സിലാക്കുക, നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം. നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട് നിങ്ങളുടെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ സ്ട്രോങ്ങറി നമുക്കൊരു പില്ലോസ് അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ പറയാലോ, എപ്പോഴും നമുക്കൊരു നമ്മളെപ്പോഴും ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ എപ്പോഴും ഗെയിം കളിക്കുന്നു, ലൈഫിനെ ഒരു ഗെയിം ആയിട്ട് നോക്കി കാണുന്ന ആളുകൾക്കാണ് ലൈഫ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ലൈഫിനെ ഭയങ്കര ഹാർഡായിട്ട് നോക്കി കാണുന്ന ആളുകൾക്ക് ലൈഫിൽ എല്ലാം ഭയങ്കര ഹാർഡായിരിക്കും. അത് റിലേഷൻഷിപ്പ് ഒക്കെ പോയി കഴിഞ്ഞാലും, ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും, വെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും, കോൺഫിഡൻസിന്റെ കാര്യത്തിലാണെങ്കിലും, ഇതിനൊക്കെ ഹാർഡായിട്ട് കാണുന്ന ആളുകൾക്ക് ലൈഫേ ഹാർഡായിരിക്കും എന്നുള്ളതാണ്. അതല്ലാതെ ലൈഫിനൊരു ഗെയിം ആയിട്ട് കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചലഞ്ചസ് ഇല്ലാതെ എന്ത് ലൈഫാണുള്ളത്? ചലഞ്ചസ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ, ഇപ്പൊ ഞാന് ഒരു സമയത്ത് എന്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾക്കിപ്പോ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമ്മളൊരു കംഫർട്ട് സ്പേസിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ല സുഖം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും എല്ലാത്തിനും സപ്പോർട്ട്. അപ്പൊ ഈ കംഫർട്ട് സോണിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പോകും. ഒരു സമയത്ത് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല, ബാക്കി എല്ലാം നോക്കാണ്, കംഫർട്ട് സോണിലാണ്. പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹം, നമ്മൾ ഹയർ സെൽഫിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വേറെ ഒന്നാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മൾ ആ ഒരു കേജിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി, അതായത് ആ കേജ് തന്നെ പുറത്ത് എടുക്കാൻ നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കും. പക്ഷെ നമുക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഭയങ്കര പ്രയാസത്തോടെ ആയിരിക്കും ലൈഫിനെ കാണുന്നത്. ഈ കേജിനുള്ളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആ കേജ് ആയിരിക്കും ലൈഫ്. അതായത് അത്ര ചുരുങ്ങിയ മനസ്സിൽ ലൈഫിനെ നോക്കി കാണുന്ന ആളുകൾക്ക് ലൈഫ് ഭയങ്കര ഹാർഡായിരിക്കും. അവർക്ക് തല പൊക്കാനും, അല്ലെങ്കിൽ ഉയർന്ന് സംസാരിക്കാനും, അല്ലെങ്കിൽ സ്ട്രോങ്ലി ഒന്ന് ചിരിക്കാൻ പോലും, അല്ലെങ്കിൽ നാലാളെ മുന്നിൽ നമ്മളുടെ അഭിപ്രായം പറയാനൊക്കെ അത്തരത്തിലുള്ള ആളുകൾക്ക് ഭയങ്കര റിസ്ക് ആയിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. കാരണം ഇവർ ഈ കേജിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഈ കേജ് എന്നാണോ നിങ്ങൾ പൊട്ടിക്കുന്നത്, എന്നാണോ അതിൽ നിന്ന് പുറത്തു വരുന്നത്, അന്നായിരിക്കും നിങ്ങൾ ഫ്ലൈ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവരില്ല, എന്റെ ലൈഫ് ഇങ്ങനെയായി പോയി, എന്റെ സാഹചര്യം ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫിഗേഴ്സിനെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ഇപ്പൊ ആരും ഇപ്പൊ നമ്മൾ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താണെങ്കിലും ഫസ്റ്റ് ഒന്നും ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും വരും നിങ്ങൾ ആരും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണ്ട. കാരണം ഇപ്പൊ നമ്മളെ ഫാമിലിയിലുള്ള ആളുകൾക്കായിക്കോട്ടെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ പർപ്പസ് എന്താ, അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പിറകോട്ട് വലിക്കാനുണ്ടാവും. നിന്നെ കൊണ്ട് പറ്റൂല, നീ ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ നീയൊക്കെ എത്ര പോകും എന്നൊക്കെ പറയാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു വേർഡ്സിൽ നമ്മൾ തകർന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ എത്ര കല്ലെറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ കല്ലിനൊക്കെ പണിത് നമ്മളൊരു കൊട്ടാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം കല്ലെറിയുന്നു അത്രത്തോളം നമ്മളെ വീട് വലുതായി വലുതായി വരികയാണെന്നുള്ളതാണ്. ആ ഒരു സ്വപ്നം വലുതായി വലുതായി വരികയാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പിറകുന്ന ആളുകൾ വലിക്കാനുള്ളതും, നമ്മളെ നിന്നെ കൊണ്ട് പറ്റൂല, നീ ചെയ്യല്ലേ എന്ന് പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷേ വിജയിക്കുമ്പോഴും ഈ പറയുന്ന ആളുകളൊക്കെ നമുക്ക് വേണ്ടി കൈയടിക്കും എന്നുള്ളതാണ്. ഇനി കൈയടിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ മതി നമുക്ക് കൈയടിക്കാനും, നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും, നമുക്ക് മോട്ടിവേഷൻ നൽകാനും നമ്മൾ മതി. ഇതിനാണ് സെൽഫ് അപ്ഡേറ്റ്സും പ്രോഗ്രാമുകളും സെൽഫ് ആക്ച്വലൈസേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നിങ്ങൾ ഒരിക്കലും, ഇപ്പോഴും ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട്, സ്ത്രീകളോടാണ് എക്സ്പെഷ്യലി ഞാൻ പറയുന്നത്. ഈ വീഡിയോ ചെയ്യാൻ കാരണം വുമൻസ് ഡേയോട് അനുബന്ധിച്ചിട്ടാണ്. കാരണം ഇത് പുരുഷന്മാർ കേൾക്കേണ്ട അങ്ങനെയൊന്നും ഉള്ളതല്ല. പക്ഷെ എക്സ്പെഷ്യലി ഞാൻ പറയുന്നത്, ഒരുപാട് സ്ത്രീകൾ നമ്മളെ കണക്ട് ചെയ്തിട്ട് അവരുടെ ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് അവർ പെട്ടെന്ന് കണക്റ്റഡ് ആവും. അതായത് ഭയങ്കര അറ്റാച്ച്മെന്റ് റിലേഷൻഷിപ്പിലേക്ക് പോവാനും, അതുപോലെ തന്നെ അവരുടെ ഫാമിലി അത്രയും ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അവിടെ എന്തെങ്കിലും ഒരു അപാകതകളോ, അല്ലെങ്കിൽ ഒരു ചെറിയ പിഴവുകൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെടുത്ത് വരുന്ന തെറ്റുകൾ പോലും അത് വേൾഡ്ലി തെറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് അവർ തലയിൽ വെക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇപ്പോ പുരുഷന്മാരെ സംബന്ധിച്ച് അവർ സ്ട്രോങ് ആയി നിലനിൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവരാണ് ആ ഒരു കുടുംബത്തിന്റെ പില്ലേഴ്സ് ആയി നിൽക്കുന്നത്.
പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് ഇമോഷണലി അവർ പെട്ടെന്ന് ഡൗൺ ആവുകയും ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്ന ചെറിയൊരു കാരണം വന്ന് അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്ന ഒരു വാക്കുകളോ വ്യക്തികളോ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഡൗൺ ആയി പോരുന്നവൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. നമ്മളെ പാർട്ട്ണർ ഡൗൺ ആകുമ്പോൾ നമ്മൾ കര കയറാൻ പാകത്തിൽ നമ്മളും സ്ട്രോങ് ആയിരിക്കണം. അവിടെ സ്ത്രീയും പുരുഷനും പാർട്ട്നേഴ്സ് തമ്മിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുമ്പോഴാണ് ആ വീട് ഭയങ്കര കുടുംബാന്തരീക്ഷം അടിപൊളിയാവുകയും അവരിൽ നിന്ന് വരുന്ന മക്കളും അടിപൊളിയായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് ആലോചിക്കും. ഈ സമൂഹം നന്നാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കൂട്ടര് മാത്രം അല്ലെങ്കിൽ എന്താ ഇന്നത്തെ യുവാക്കൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ യുവതികൾ ശ്രദ്ധിക്കണം, വളർന്നു വരുന്ന കുട്ടികൾ ശ്രദ്ധിക്കണം എന്നൊന്നില്ല. ഓരോരുത്തരും മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിലുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന നിങ്ങൾ ചെയ്യുന്ന ഓരോ വാക്കുകളായിക്കോട്ടെ, നിങ്ങളെ പ്രവർത്തികളായിക്കോട്ടെ, നിങ്ങൾ സൊസൈറ്റിക്ക് ചെയ്യുന്ന എന്തിന് ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ പോലും, എന്തിന് നിങ്ങൾ ഇടുന്ന സ്റ്റാറ്റസുകൾ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചുറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അവർ ഏത് രീതിയിൽ പോകുന്നു, ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം നിങ്ങൾ മനസ്സിലാക്കുക, ഓരോരുത്തരും സ്ട്രോങ് പില്ലേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും, അതുപോലെ തന്നെ ആ സൊസൈറ്റി രക്ഷപ്പെടും. ടോട്ടലി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഈ സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് ഡെവലപ്മെന്റ്, നമ്മളെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ ഒരുപാട് പറയുന്ന കാര്യമാണ്, പണ്ടൊക്കെ എൻ്റെ ലൈഫ് ഒരുപാട് അടിപൊളിയായിരുന്നു, ഞാൻ എന്തൊരു സന്തോഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഇപ്പൊ എനിക്ക് എന്നെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എടുക്കാൻ പോകുന്നത് താളം തെറ്റിയിട്ടാണ് പോകുന്നത്, എനിക്കൊന്നിനും ഒരു ഫോക്കസ് കിട്ടുന്നില്ല, ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരുപാട് പേരോട് ഇത്തരത്തില് നമ്മൾ പറയാറ്, ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ സെൽഫില് ട്രെയിൻ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക തലത്തെ നിങ്ങൾ അതിനെ വിപുലീകരിക്കാൻ, അതിനെ നിങ്ങൾക്ക് എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നമ്മളെ കോച്ചിങ് ചെയ്യും, ഇത്തരത്തിൽ നിങ്ങളെ മോട്ടീവ് ചെയ്യുക. അതായത് മോട്ടിവേഷന് അപ്പുറം നിങ്ങൾക്ക് ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ മസ്റ്റ് ആയിട്ടും അതിപ്പോ നമ്മളെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യണം. എക്സ്പെഷ്യലി പറയാൻ കാരണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീവ്രമായ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരും സഹായിക്കാനില്ല, സപ്പോർട്ടീവ് ഇല്ല എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, അതിപ്പോ ഏത് കാറ്റഗറിയിൽ, ഹെൽത്തിന് കാര്യം, വെൽത്ത്, റിലേഷൻഷിപ്പ്, സക്സസ്, കറേജ്, കോൺഫിഡൻസ്, ഇങ്ങനെ ലൈഫിന്റെ ഏത് ആസ്പെക്ട്സിലും നിങ്ങളിപ്പോ തകർന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു ദൂതൻ പോലും ഒരാള് പോലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരൂല. നിങ്ങൾ അവിടുന്ന് എഴുന്നേൽക്കാത്തിടത്തോളം കാലം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാതെ, നിങ്ങൾ ചിന്തിക്കാത്തിടത്തോളം കാലം ഒരാളും നിങ്ങളെ രക്ഷിക്കാൻ വരൂല. ഇവൻച്വലി നിങ്ങളെ പാരന്റ്സിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയൂല, നിങ്ങളെ പാർട്ട്ണർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയൂല, നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയൂല. നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ഫോളോ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ മോശമായിട്ട് ഇരിക്കുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾ ചിന്തയിൽ ക്ലാരിറ്റി വരുത്താൻ എല്ലാവർക്കും അറിയില്ല, എന്ത് വേണം എന്ന് ചിന്തിക്കാൻ ചിന്തയിൽ അത് മനുഷ്യന്റെ തലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മാനസിക തലത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന കാര്യത്തിൽ റിയാലിറ്റിയിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കണം. നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ പോകുമ്പോൾ നമ്മൾ എന്ന വേർഷൻ അടിപൊളിയായി കഴിഞ്ഞാല് നമ്മളിൽ നിന്ന് വരുന്ന ലൈഫും നമ്മളിൽ നിന്ന് വരുന്ന ഏത് റോളും നമുക്ക് അടിപൊളിയായിട്ട് നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ എന്നെ കൊണ്ട് കഴിയൂല, എനിക്ക് അത്തരത്തിലുള്ള കഴിവൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞിരിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഒരാളും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരൂല. നിങ്ങൾ ചിന്തിക്കാത്തിടത്തോളം കാലം ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നാണോ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്നൊരു ആക്ഷൻ എടുത്ത് നാളെ അതിന് റിസൾട്ട് കിട്ടിയില്ല, കിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡെസ്റ്റിനേഷന്റെ ഫോക്കസ് അത്രയേ നിങ്ങൾക്കുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഈ പരാജയങ്ങൾ ഏറ്റുവാങ്ങാനുള്ള മൈൻഡ് സെറ്റ് ആണ് നമ്മൾക്ക് വേണ്ടത്. പ്രയാസങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ പാകത്തില് നമ്മൾ പാകപ്പെടുമ്പോഴാണ് ലൈഫിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ലൈഫ് എന്ന് പറഞ്ഞ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേണി, ഈ ജേണിയിൽ നമ്മൾ ആസ്വദിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമ്മളുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാണ്, നമ്മളെ ആഗ്രഹങ്ങള് ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തിന് ചില ആളുകൾ വീട്ടിൽ വർക്ക് ചെയ്യുന്നത് പോലും, സ്വന്തം മക്കളെ കെയർ ചെയ്യുന്നത് പോലും പഴി ചാരിക്കൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും പ്രയാസങ്ങളിലൂടെ
കടന്നു പോകുന്ന ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഏത് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയിലും നമുക്ക് ഹാപ്പി ആയിട്ട് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഫുഡിന് പോലും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസിഷന്, നിങ്ങൾ ചെയ്യുന്ന വർക്കിലെ നിങ്ങൾ പോലും അറിയാത്ത ഒരു പ്രൊഡക്ടിവിറ്റി വരും എന്നുള്ളതാണ്. നിങ്ങൾ പ്രയാസങ്ങളും പ്രതിസന്ധികളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ, പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നതും നിങ്ങളുടെ ചിന്ത അതാണ്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നത്തെ കുറിച്ചാണ്, നിങ്ങളിപ്പോ റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തെ കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് അതിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയൂല എന്നുള്ളതാണ്. പക്ഷെ ആ മൊമെന്റും നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം വരുന്നത്. അങ്ങനെ പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത് മനസ്സ് വിശാലമാകാൻ പറ്റുന്നവരാണ്. ഈ ചുരുങ്ങിയ മനസ്സിൽ ജീവിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അവരുടെ ലൈഫ് ചുരുങ്ങിയ രീതിയിലേക്കും, ആ ചുരുങ്ങിയ രീതിയിലും ആഗ്രഹങ്ങൾ വലിയത് വലിയത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, വലിയ സ്വപ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും പക്ഷെ ചുരുങ്ങിയ മനസ്സാണ്, പഴിചാരുന്ന മനസ്സാണ്, കുറ്റപ്പെടുത്തുന്ന മനസ്സാണ്, നമ്മളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ഏറ്റെടുക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആളുകളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു മാറ്റം വരില്ല എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫിന് ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാത്തടത്തോളം കാലം നമ്മളുടെ ലൈഫിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീംസ് എന്ന് പറയുന്നത് ബിഗ് ഡ്രീം ആയിരിക്കാം, പക്ഷെ ആ ബിഗ് ഡ്രീമിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷനും ആ ബിഗ് ഡ്രീമിനോട് അനുബന്ധിച്ചായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് വലിയ ആഗ്രഹങ്ങളാണ്, പക്ഷെ നിങ്ങളുടെ വൈബ്രേഷൻ ലോ ആണെന്നുണ്ടെങ്കിൽ ഈ വൈബ്രേഷനിലേക്ക്, ഈ ആഗ്രഹത്തിന്റെ വൈബ്രേഷനിലേക്ക് ഒരിക്കലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയൂല എന്നുള്ളതാണ്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഈ തളർന്നിരിക്കുന്ന, പഴിചാരിക്കൊണ്ടിരിക്കുന്ന, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉയർന്നെഴുന്നേൽക്കേണ്ടതാണ്. ഉയർന്നെഴുന്നേറ്റിട്ടുള്ളവരെ വിജയിച്ചിട്ടുള്ളൂ. ഉയർന്നെഴുന്നേറ്റുള്ള സ്വന്തം ഡിസിഷൻ പറയുന്നവരെ അത് അപ്പൊ പല ആളുകളും പറയും, എക്സ്ക്യൂസസ് പറയും, അതിന് എനിക്ക് പറ്റുന്നില്ല, ഇതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതൊരു പ്രയാസത്തിന് മുന്നിലും ഒരു എളുപ്പമുണ്ട് എന്നുള്ളത് സൃഷ്ടാവ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ പ്രശ്നത്തിനും പ്രയാസത്തിനെയും കുറ്റം പറഞ്ഞ് പഴിചാരി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ കുഴി തോണ്ടിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഒന്ന് എഴുന്നേറ്റ് നിന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാലോ. ആ ഒരു ചിന്തയിൽ ക്ലാരിറ്റി വരുത്താൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. നിങ്ങൾ അതിനെ കുറിച്ചാണ്, മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളും അനുഭവങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങളിപ്പോ റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്ന പ്രയാസത്തെ കുറിച്ചാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ നില തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചേക്ക്, ഒരു മനുഷ്യൻ 60,000 ചിന്തയിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ 60,000 ചിന്ത എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ 60,000 ചിന്ത നിങ്ങൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ അവസ്ഥ വീണ്ടും 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 മോശമായിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം, ജീവിതത്തിൽ ഒരാളും നിങ്ങളെ കരകയറ്റാൻ വരില്ല നിങ്ങൾ എഴുന്നേൽക്കാത്തടത്തോളം കാലം. നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാലേ ഒരൊറ്റ ലൈഫ് ഉള്ളൂ, നമുക്ക് ആസ്വദിക്കാം, നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാം. പക്ഷേ നിങ്ങള് ഉള്ളതില് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉള്ളതിൽ പഴിചാരിക്കൊണ്ടിരിക്കുക. ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ഈ ലോകത്ത് നിങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നത് മൊത്തം നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവൻ പരാതികളും പരിഭവങ്ങളും ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അനുഗ്രഹങ്ങളിലേക്ക് എത്തി നോക്കാൻ കഴിയൂല എന്നുള്ളതാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നമ്മള് ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. 28 ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസ് ഉണ്ട്. അത് നിങ്ങൾ കൺസിസ്റ്റൻസി ആയി ഡേ 1 മുതൽ 28 വരെ നിങ്ങൾ പ്രാക്ടീസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കുക. ഫ്രീ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ഇല്ല, അതായത് ഫ്രീ ആയതുകൊണ്ട് അതിന്റെ വാല്യൂ കുറച്ച് നിങ്ങൾ ഒരിക്കലും കാണാതെ ആ 28 ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ, ഫോക്കസ്ഡ് ആയിട്ട് അതിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈഫിൽ അതൊരു ഹാബിറ്റ് ആക്കി കൊണ്ടുപോക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് അത് കാരണമാവും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ടൈം ഇല്ല, അല്ലെങ്കിൽ
ഫിനാൻഷ്യലി സെറ്റ് അല്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ആദ്യം ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോഴും അതൊന്നും എനിക്ക് പറ്റിയതല്ല, അതൊന്നും എന്റെ സാഹചര്യത്തിന് പറ്റിയതല്ല, മാമിന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്റെ അവസ്ഥ അത്രയും മോശമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അവസ്ഥയാണ് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥ അതിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യണം. പ്രശ്നങ്ങളിൽ നിൽക്കുന്ന മനസ്സിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അതൊക്കെ നല്ല ചിന്തകൾ പാകണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ പാകപ്പെടുത്തിയേ പറ്റുള്ളൂ. മനസ്സിനെ പാകപ്പെടുത്തുന്നതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു കൃഷി നടത്തുന്ന സ്ഥലത്ത് ആദ്യം പോയി തന്നെ ആദ്യം ചെയ്യുന്ന വർക്ക് എന്താ, വിത്ത് പാകുക എന്നുള്ളതാണ്. അല്ല, ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ കളം വൃത്തിയാക്കുക ചെയ്യുന്നത്. ആദ്യം കളകളൊക്കെ പറിച്ച്, വേണ്ടാത്ത പുല്ലുകളും കളകളൊക്കെ പറിച്ച് ആ ഒരു കൃഷിസ്ഥലം ക്ലീൻ ആക്കുകയാണ് ആദ്യം ചെയ്യുന്ന കാര്യം. പിന്നെയാണ് അതിന്റെ ഓരോ പ്രോസസ്സ് ആക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ലൈഫിന്റെ റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ ലൈഫിനെ നോക്കിക്കാണുന്നത് നിങ്ങളെ മനസ്സിൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും ജനിച്ച അന്ന് മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഓൾറെഡി നിങ്ങളെ മൈൻഡ് എന്ന ബാങ്കിൽ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിനും ഫോക്കസ് കിട്ടുന്നില്ല, ഒന്നിനും തൃപ്തി കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളെ ഈ മൈൻഡ് എന്ന ബാങ്കിനെ ക്ലീൻ ചെയ്യാനാണ് ആദ്യം ട്രൈ ചെയ്യേണ്ടത്. ഈ മൈൻഡ് എന്ന ബാങ്കിനെ നിങ്ങൾ ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോഴാണ് അതിലേക്ക് നിങ്ങൾ നല്ല വിത്തുകൾ നിങ്ങൾക്ക് പാകാൻ പറ്റുള്ളൂ. ഈ നല്ല വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ചിന്തകളാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ബോഡിക്ക് നിങ്ങൾ ഫുഡ് കൊടുക്കുന്ന പോലെ തന്നെ, ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കുന്ന പോലെ, ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ, നിങ്ങളെ മൈൻഡിന്റെ ഫുഡ് എന്ന് പറയുന്നത് ക്വാളിറ്റി ചിന്തകളാണ്. ഈ ക്വാളിറ്റി ചിന്തകളും സെൽഫ് ടോക്കുകളും നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ മനസ്സ് വിശാലമാക്കി അതിനെ പാകപ്പെടുത്തണം എന്നുള്ളതാണ്. മൈൻഡ് പവർ, മനഃശക്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം അത് റിസീവ് ചെയ്യാൻ മോഡിൽ നമ്മൾ ഇരിക്കണ്ടേ. ഇപ്പോ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്, എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇതൊന്നും റിസീവ് ചെയ്യാൻ പാകത്തിലല്ല നമ്മളുടെ പാത്രം എന്നുണ്ടെങ്കിൽ ആ പാത്രം വലുതാക്കല്ലേ നമ്മൾ വേണ്ടത്. അല്ലെങ്കിൽ പാത്രം നിറഞ്ഞിരിക്കുകയാണ്, പിന്നെ അതിലേക്ക് ഒന്നും കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും അതിലേക്ക് വരുന്നില്ലെങ്കിൽ ആദ്യം നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യണ്ടേ. എന്ത് വേണം എന്ത് വേണ്ടാന്ന് ക്ലിയർ ചെയ്ത് ആ പാത്രത്തെ ക്ലിയർ ചെയ്യുമ്പോഴല്ലേ അതിലേക്ക് നല്ല ചിന്തകളും നല്ല അനുഭവങ്ങളും നല്ല സാഹചര്യം കൊണ്ടുവരുത്താൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ബിലീഫ്സിന്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് ബിലീഫ്സ് ഉണ്ടാവും. ഞാൻ അപ്പോ ഞാൻ പരാജിതയാണ്, എനിക്ക് നടക്കൂല, എന്റെ ഹെൽത്ത് ഇഷ്യൂസ് മോശമാണ്, എന്റെ ഫാമിലി ഒരു മോശ അവസ്ഥയാണ്, അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വളർന്നത് ഭയങ്കര സ്ട്രഗ്ലിങ്ങിലൂടെയാണ്. ഇതൊക്കെ നിങ്ങളെ ബിലീഫ്സ് ആയിട്ട് കിടക്കുന്നുണ്ടാവും നിങ്ങളുള്ളില്. എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ പരാജിതയാണ്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയൂല, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഫോക്കസ്ഡ് അല്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല, എന്താ എനിക്ക് ഒരു കഴിവുകളും ഇല്ല, എനിക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഏരിയയിൽ റിലേഷൻഷിപ്പിൽ ഞാൻ പരാജിതയാണ്, അല്ലെങ്കിൽ എന്റെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശം. ഇത്തരത്തിലുള്ള ബിലീഫ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അല്ലെങ്കിൽ എന്റെ റിലേഷൻഷിപ്പ്, എന്റെ ബന്ധങ്ങളൊക്കെ മോശമാണ്, അല്ലെങ്കിൽ എന്റെ ബന്ധങ്ങളൊക്കെ എന്നെ വിട്ടുപോവാണ്. ഇത്തരത്തിലുള്ള ബിലീഫ്സുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഈ ഉള്ളിലുള്ള ബിലീഫ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പരാജിതയാണ് എന്നുള്ള ഒരു ബിലീഫ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ട് കഴിഞ്ഞാല് നിങ്ങൾ ആ ഉള്ളിലുള്ളതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിയലിറ്റി എപ്പോഴും അതുമായി കണക്ട് ചെയ്തിരിക്കും. നിങ്ങൾ നിരന്തരം കണ്ടിന്യൂസ് ആയി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രയാസത്തിന് ഒരു കോർ പോയിന്റ് നിങ്ങളെ മനസ്സിലുണ്ടാവും. മാനസിക തലത്തിന് അതിനൊരു കോർ പോയിന്റ്, അത് അനുഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങളുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. അതിന്ന് കരകയറാതെ അതിനെ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ ലൈഫിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ലൂപ്പിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണത്. നെഗറ്റീവായ ചിന്തകളും അതുപോലെ ഓവർ തിങ്കിങ്ങും ഇതൊക്കെ കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രയാസത്തെ മാറ്റാനുള്ള സൊല്യൂഷനിലേക്കാണ് നിങ്ങളെ ഫോക്കസ് പോകേണ്ടത്. ഒരിക്കലും പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല. പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രശ്നം ഒരിക്കലും മാറില്ല. പ്രശ്നത്തെ നിങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പം സ്ത്രീകളായിട്ടുള്ള ആളുകളും പുരുഷന്മാരായിട്ടുള്ള ആളുകളോടൊക്കെ എനിക്ക് പറയാം, ഏത് കാറ്റഗറിയിൽ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഏത് പഠിക്കുന്ന ആളുകൾ, പഠിക്കാത്ത ആളുകൾ, ഹൗസ് വൈഫ്, അല്ലെങ്കിൽ
ഏത് കരിയർ ബിൽഡ് ചെയ്യുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് എന്ന ബാങ്കിനെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബിലീഫ്സ് പ്രോഗ്രാം അതിനെ റീപ്രോഗ്രാം ചെയ്യാത്തടത്തോളം കാലം ബിലീഫ്സിനെ പോസിറ്റീവ് ബിലീഫ്സ് ആക്കി മാറ്റാനും നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ നിന്ന് വൂണ്ടുകളെ ഹീൽ ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ ആ പ്രയാസത്തിൽ ഇങ്ങനെ പെട്ടുപോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകളിലും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ 28 ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസുകൾ നമ്മൾ ചാനലില് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 to 28 ഡേയ്സ് കണ്ടിന്യൂസ് ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ സെഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരു ഡ്രാമാറ്റിക് ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എക്സാക്ട്ലി അത്, കാരണം ഫോക്കസ്ഡ് അതിലേക്ക് ആവണം എന്നുള്ളതാണ്. പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രശ്നമാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകൾ സൊല്യൂഷനെയാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സൊല്യൂഷനെ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് അവരിലേക്ക് സൊല്യൂഷൻ ആയിട്ടുള്ള പല വ്യക്തികളും പല സാഹചര്യം പല അനുഭവങ്ങളുമായി നിങ്ങളിലേക്ക് സൊല്യൂഷൻ കണ്ടെത്തി തരും എന്നുള്ളതാ. നിങ്ങൾ പ്രാർത്ഥന നടത്തുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാന് ചിലപ്പോൾ ഈ പടച്ചോന് ചില വ്യക്തികളായിരിക്കും നിങ്ങളെ മുന്നിലേക്ക് ഇറക്കി തരുന്നത്, ചില അനുഭവങ്ങളായിരിക്കും നിങ്ങളെ മുന്നിൽ നടത്തി തരുന്നത്. അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഭയങ്കര പ്രയാസമാണല്ലോ, ഇങ്ങനെ ഒരു അനുഭവം എന്റെ ലൈഫിൽ വന്നു പോയത്, ഞാൻ തകർന്നു പോയല്ലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ അനുഭവത്തിൽ നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സൃഷ്ടാവ് നിങ്ങൾ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പ്രയാസമാണത്. അതിൽ നിന്ന് കരകയറി കഴിഞ്ഞാൽ അതിനേക്കാൾ ഹയർ ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും. മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ലൈഫിന്റെ ലോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലൈഫിനെ എങ്ങനെ നോക്കിക്കാണണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിലൊരു തീവ്രമായ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാ. എന്റെ റിലേഷൻഷിപ്പ് ഭയങ്കര മോശമാണ്, എനിക്ക് അവരിൽ നിന്ന് കിട്ടുന്ന, നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് വേണം, നല്ല നിങ്ങളെ ചുറ്റുപാടുള്ള എല്ലാ ബന്ധങ്ങളും അടിപൊളിയാവണം എന്നുണ്ടെങ്കിൽ, നിങ്ങളെ വെൽത്ത് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഹെൽത്ത് അടിപൊളിയാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഒരു ഡൗട്ടോ ഫിയറോ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം നിങ്ങളിൽ ഫോക്കസ് ആവണം എന്നുള്ളതാണ്. അങ്ങനെ ഫോക്കസ് ആവാൻ പറ്റുന്ന ആളുകൾക്ക് മസ്റ്റ് ആയിട്ടും ലൈഫിൽ സക്സസ് ആവാൻ പറ്റും എന്നുള്ളതാണ്. കാരണം കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ജന്മസിദ്ധമല്ല, ഒരിക്കലും ജന്മസിദ്ധമല്ല കോൺഫിഡൻസ്. ഇതിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ എല്ലാ ഏരിയയിലും നമുക്ക് കോൺഫിഡൻസ് ആവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിപ്രായങ്ങൾ നമുക്ക് എവിടെയും സംസാരിക്കാൻ പറ്റും, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾക്ക് നമ്മളെ കാര്യങ്ങളൊന്നും ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളാണ് അവിടെ എഴുന്നേൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ജന്മസിദ്ധമല്ല, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മൈൻഡിനെ ക്ലിയർ ചെയ്തുകൊണ്ട് മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ എക്സാക്ട്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല സാഹചര്യങ്ങളും നല്ല അനുഭവങ്ങളും നിങ്ങളുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നിങ്ങളുടെ ലൈഫിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാത്തടത്തോളം കാലം നിങ്ങൾ പഴിചാരിക്കുകയും കുറ്റം പറയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലൈഫിനെ മാറ്റാൻ ഒരിക്കലും നിങ്ങൾക്ക് പറ്റൂല. അതല്ലാതെ നിങ്ങളുടെ ലൈഫിന് ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്ത് എവിടെയാണ് എനിക്ക് മാറ്റം കൊണ്ടുവരുത്തേണ്ടത്, എവിടെയാണ് എനിക്ക് ചേഞ്ചസും കാര്യങ്ങളൊക്കെ, അതായത് ലൈഫിൽ ഒരു റുട്ടീൻ ഫോളോ ചെയ്യേണ്ടത് എവിടെയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നമ്മളെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ അപ്ഡേറ്റ്സ് അവിടെ കിട്ടും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നമ്മൾ ലെവൽ 1 അതിൽ നിങ്ങൾക്ക് ആൻസർ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഇതിന് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി നിങ്ങൾ ഒറ്റയ്ക്ക് മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. കാരണം ലൈഫിനെ ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത് ലൈഫിന്റെ പരാജയങ്ങളും പ്രതിസന്ധികളും അതുപോലെ വിജയങ്ങളും എല്ലാം ഏറ്റുവാങ്ങുന്ന ആളുകൾക്കാണ് ലൈഫിനെ കൂടുതൽ ആസ്വദിക്കാനും അതുവഴി ലൈഫിന്റെ എല്ലാ റോൾസുകളും നമ്മൾ ഏറ്റെടുക്കുന്ന എല്ലാ റോൾസും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന വ്യക്തിത്വത്തിലേക്ക് നമ്മൾ ഒരു യാത്ര നടത്തേണ്ടതുണ്ട്. നമ്മളെ സെൽഫ് ജേർണി എന്ന് പറയും, ദ ജേർണി ടു ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് നമ്മൾ പറയും. നമ്മളെ ഫസ്റ്റ് ലെവൽ 1 മെത്തേഡ് കൂടി അതാണ്.
ലെവൽ ലെവൽ വണ്ണിന്റെ മോട്ടീവ് കൂടി അതാണ്. അതായത് ജേർണി ടു ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് എന്നുള്ളത്. നിങ്ങളെ സെൽഫിനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിന്റെ ഏതൊരു ഏരിയയിലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് നിലനിൽക്കാനും അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന റോളുകൾ നിങ്ങൾക്ക് പുഷ്പം പോലെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മനഃശക്തി കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനാണ് മൈൻഡ് പവർ ടൂൾസുകളും ടെക്നിക്സുകളൊക്കെ നമ്മൾ ലെവൽ വണ്ണിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ മസ്റ്റ് ആയിട്ടും നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ബാക്കി അപ്ഡേറ്റ്സുകളും പ്രോഗ്രാമുകളും കോച്ചിങ്ങിലും ഒക്കെ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റമദാനിന് ശേഷം ഫ്രീ ആയിട്ടുള്ള സെഷൻസുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എക്സ്ക്യൂസസ് പറയുന്ന പല ഏരിയ ഉണ്ടാവാം. സപ്പോർട്ട് ചെയ്യാനുള്ള പാർട്ട്ണർ ഇല്ല, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സെറ്റ് അല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമാണ്, ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ഹെൽത്ത് ഒക്കെ ഓക്കെ ആവണ്ടേ, അങ്ങനെ ടോട്ടലി എല്ലാത്തിനും എക്സ്ക്യൂസസ് പറയുന്ന ആളുകൾക്ക് എക്സ്ക്യൂസസ് തുടർന്നുകൊണ്ടേയിരിക്കും. അവരുടെ ലൈഫിൽ എക്സ്ക്യൂസസ് ആയിരിക്കും മുകളിൽ ഉണ്ടാവുക. പക്ഷെ ആഗ്രഹങ്ങൾ എക്സ്ക്യൂസസിനേക്കാൾ മുകളിലാണ് എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റാനുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളും അവരിലേക്ക് എന്തായും എത്തിച്ചേരുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥന നടത്തുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് പ്രാർത്ഥന ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് പ്രെയർ. പക്ഷെ ആ പ്രെയറിൽ പോലും ഫോക്കസ് കിട്ടാതെ പ്രെയർ ചെയ്തു പോലും നോക്കാത്ത ആളുകളുണ്ടാവും. അതായത് നിങ്ങൾ ആലോചിച്ചു, ഒരു ദിവസം നിങ്ങൾ എത്ര തവണ പ്രെയർ ചെയ്യാറുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിൽ പോലും ഫോക്കസ് കിട്ടാതെ അതിന് പോലും സമയം കണ്ടെത്താൻ ശ്രമിക്കാത്ത ആളുകളാണുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മളെ ലൈഫൊക്കെ മാറുക? അപ്പൊ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക്കണമെങ്കിൽ നമ്മളെ ഒറ്റ കാലം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ആളുകളും വ്യക്തികളും സാഹചര്യങ്ങളും അനുഭവങ്ങളൊക്കെ നമ്മളെ മുന്നിലേക്ക് വരിക. നമ്മൾ പറയുന്ന ഓരോ എക്സ്ക്യൂസസും നമ്മൾ ആഗ്രഹത്തിന്റെ തീവ്രത കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതാവുന്നത് കൊണ്ടാണ് നമ്മളുടെ എക്സ്ക്യൂസസ് മുകളിലും ആഗ്രഹങ്ങൾ കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഈ വുമൺസ് ഡേക്ക് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചോളൂ, എത്ര പോലും ആഗ്രഹിച്ചോളൂ. പക്ഷെ ആഗ്രഹങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല, ആക്ഷൻ എടുക്കാൻ പാകത്തില് നമ്മൾ റെഡി ആവണം എന്നുള്ളതാണ്. ഓരോ ഈച്ച് പേഴ്സണും റെഡി ആവണം എന്നുള്ളതാണ്. ആക്ഷൻ എടുക്കാൻ പാകത്തില് നിങ്ങൾ വളരണം. നിങ്ങളുടെ ഐഡിയാസും പ്ലാൻസുകളും എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് തലത്തിലേക്ക് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. ഇനി ഒന്നും ചെയ്യേണ്ട, വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിലും അവരും ഹാപ്പിനെസ്സും പീസും ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർക്കും അവരുടെ മാനസിക തലത്തിൽ ക്ലിയർ ചെയ്ത് തോട്ടിനെ ഷിഫ്റ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് ക്ലിയർ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നമ്മളുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ മനഃശക്തി, ഓരോരുത്തർക്കും ഉണ്ട് മനഃശക്തി, അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ജേർണിയിലൂടെ ഇത്തരത്തിലുള്ള വിസ്ഡംസിലൂടെ നമ്മൾ കടന്നു പോകണം എന്നുള്ളതാണ്. ലൈഫിലെ ഓരോ ലെസൺസും നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ്. അപ്പോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള സെഷൻസും അതുപോലെ തന്നെ നമ്മളെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മസ്റ്റ് ആയിട്ടും കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്, നിങ്ങളുടെ വില പിടിച്ച സമയം ഇവിടെ ചെലവഴിച്ചതിനും അതുപോലെ നിങ്ങളുടെ സെൽഫിനെ നിങ്ങളൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. ഈച്ച് ആൻഡ് എവറി മൊമെന്റും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാനും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പാകത്തിൽ നിങ്ങളെ വളർത്താനും അതുവഴി മറ്റുള്ളവർക്ക് അത് ഹയർ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനും നല്ല അറിവുകളും നല്ല അനുഭവങ്ങളും നല്ല സാഹചര്യങ്ങളും ചുറ്റുള്ള ആളുകൾക്കും കൊടുക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.